നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 4 സൈനികർക്ക് വീരമൃത്യു വരിച്ചിരിക്കുന്നു. അപകടത്തിൽ 9 സൈനികർക്ക് സാരമായി പരിക്കേറ്റു. ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് PT ആണ് ആദ്യം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഔദ്യോഗിക വിശദീകരണം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. പരിക്കേറ്റ സൈനികരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. റോഡിലെ മോശം കാലാവസ്ഥയോ നിയന്ത്രണം വിട്ടതോ ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 200 അടി താഴ്ചയുള്ള കൊക്കയിലേക്കാണ് സൈനികർ സഞ്ചരിച്ച വാഹനം വീണത്. 17 സൈനികരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 9 പേർക്ക് സാരമായി പരിക്കേറ്റു. 4 പേർക്ക് ചെറിയ പരിക്കുകളെ പറ്റിയിട്ടുള്ളൂ എന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. പരിക്കേറ്റ സൈനികരെ ഉധംപുരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള ഡ്യൂട്ടി മാറ്റത്തിന്റെ ഭാഗമായി പോവുകയായിരുന്നു സൈനികർ. ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ ജമ്മു കാശ്മീരിൽ ഉണ്ടാകുന്ന 2ാമത്തെ വലിയ അപകടമാണിത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുൽമാർഗ് സെക്ടറിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം 2 സൈനിക പോർട്ടർമാർ കൊക്കയിലേക്ക് വീണ് മരിച്ചിരുന്നു. ഗുൽമാർഗ് സെക്ടറിലെ അനിത പോസ്റ്റിലേക്ക് പോവുകയായിരുന്ന ലയാഖത്ത് അഹമ്മദ് ദീദാർ, ഇഷ്ഫാഖ് അഹമ്മദ് ഗത്താന എന്നീ പോർട്ടർമാരാണ് കൊക്കയിലേക്ക് വീണ് മരിച്ചത്. ബാരാമുള്ള സ്വദേശികളായ ഇവരുടെ മൃതദേഹങ്ങൾ 2 ദിവസത്തെ തെരച്ചിലിന് ശേഷമാണ് കണ്ടെത്താനായത്. കഴിഞ്ഞ വർഷം മെയ്യിൽ റംബാൻ ജില്ലയിൽ സൈനിക വാഹനം 700 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ് 3 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ദേശീയപാത 44-ൽ ബാറ്ററി ചഷ്മയ്ക്ക് സമീപമായിരുന്നു അന്നത്തെ അപകടം. അമിത് കുമാർ, സുജിത് കുമാർ, മാൻ ബഹാദൂർ എന്നീ സൈനികരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. ഇപ്പോൾ ബുധനാഴ്ച ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു ട്രെയിനി മൈക്രോ ലൈറ്റ് വിമാനം പറക്കലിനിടെ തകർന്നു വീണിരുന്നു. നഗരമധ്യത്തിലുള്ള ഒരു കുളത്തിൽ പതിച്ചിരുന്നു. KP കോളേജിന് പിന്നിലെ ഒരു കുളത്തിലാണ് വിമാനം വീണത്. അവിടെ ഒരു വലിയ സ്ഫോടനം പോലുള്ള ശബ്ദം കേട്ടു. ഇത് ചുറ്റുമുള്ള പ്രദേശത്തെ പരിഭ്രാന്തിയിലാഴ്ത്തി. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് പറന്നുയരുമ്പോൾ വിമാനം സാധാരണ നിലയിലായിരുന്നു. എന്നാൽ താമസിയാതെ അത് ബാലൻസ് നഷ്ടപ്പെട്ട് ഒരു കുളത്തിലേക്ക് വീണു. അപകടത്തിന്റെ ശബ്ദം കേട്ട് നൂറുകണക്കിന് നാട്ടുകാർ സ്ഥലത്തെത്തി. ഉടൻ തന്നെ പോലീസിനെയും ഭരണകൂടത്തെയും അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് മൈക്രോ ലൈറ്റ് വിമാനം പതിവ് പരിശീലന പറക്കലിലായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും സുരക്ഷിതമായി പുറത്തേക്ക് ചാടി. ഒരു പൈലറ്റിനും ഗുരുതരമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഭരണകൂടത്തിനും വ്യോമസേനയ്ക്കും ആശ്വാസം നൽകി.